കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ് മോഷനുകളാണ്, യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. പിന്നെ നമ്മളങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനുമായി ബന്ധപ്പെട്ടായിക്കൊണ്ടാവാം. എന്താണ് യൂണിഫോം മോഷൻ നോക്കാം. ആദ്യം ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് പരിഗണിക്കുക. ആ ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. ആദ്യത്തെ 1 സെക്കൻഡ് കൊണ്ട് അത് 5 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു. അതിൻ്റെ അടുത്ത 1 സെക്കൻഡ് കൊണ്ട് വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു. അതായത് ഓരോ സെക്കൻഡുകളിലും 5 മീറ്റർ വീതമാണ് നമ്മുടെ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക യൂണിഫോം മോഷൻ എന്നാണ്. ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം നമ്മൾ എടുക്കുകയാണ് 1 സെക്കൻഡ്. അതിൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നത് 5 മീറ്റർ വീതമാണ്. അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക. ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓരോ സെക്കൻഡുകളിലും 5 മീറ്റർ വീതം സഞ്ചരിക്കുക. ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത സെക്കൻഡിൽ വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത സെക്കൻഡിൽ വീണ്ടും 5 മീറ്റർ സഞ്ചരിച്ചു. നമ്മൾ മണിക്കൂറാണ് സങ്കല്പിക്കുക. ആദ്യത്തെ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ സഞ്ചരിച്ചു, അടുത്ത 1 മണിക്കൂറിൽ വീണ്ടും 40 കിലോമീറ്റർ സഞ്ചരിച്ചു, അടുത്തൊരു മണിക്കൂറിൽ വീണ്ടും 40 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഒരേ ദൂരം കവർ ചെയ്യുക. അങ്ങനെയുള്ളത് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക. എന്നാൽ ചില ഒബ്ജക്റ്റ് ആദ്യത്തെ 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്തൊരു സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു, പിന്നെ അടുത്തൊരു സെക്കൻഡിൽ 3 മീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ, അടുത്തൊരു സെക്കൻഡിൽ തീരെ സഞ്ചരിച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മളതിനെ നോൺ യൂണിഫോം മോഷൻ എന്നാണ് വിളിക്കുക. നോൺ യൂണിഫോം മോഷൻ, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നമ്മൾ രണ്ട് സ്ഥലത്തും ഇൻ്റർവൽ ഓഫ് ടൈം നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുത്തത്. ഓക്കെ, പക്ഷെ ആദ്യത്തേൽ സഞ്ചരിച്ചത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. എന്നാൽ നോൺ യൂണിഫോം മോഷൻ ആവുന്ന സമയത്ത് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അത് നമ്മൾ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡായിട്ട് എടുക്കുകയാണ്. പക്ഷേ ആദ്യത്തെ ഒബ്ജക്റ്റ് സഞ്ചരിച്ചിരുന്നത് ഓരോ സെക്കൻഡിലും 5 മീറ്റർ വീതമാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് സഞ്ചരിച്ചിരുന്നത് ആദ്യത്തെ സെക്കൻഡിൽ 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു, രണ്ടാമത്തേൽ 3 മീറ്റർ, മൂന്നാമത്തേൽ 6 മീറ്റർ. ഇങ്ങനെ ഓരോ സെക്കൻഡിലും വ്യത്യസ്ത ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. രണ്ടാമത്തത് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. ഒരു ട്രാഫിക്കിലൂടെ ഒരു കാർ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്നത്, ഇതൊക്കെ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. നമ്മളെപ്പോഴും വളരെ കൃത്യമായിട്ടല്ല നടക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്ത് നമുക്ക് നോക്കിയാൽ പല മോഷനും യൂണിഫോം ആയിരിക്കും, പല മോഷൻ നോൺ യൂണിഫോം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഒരു ടേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 8.1. അപ്പോൾ അതിൽ കൊടുത്ത ഒരു യൂണിഫോം മോഷൻ നോൺ യൂണിഫോം മോഷൻ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം. ഒരു ടൈം 9:30 AM to 9:45 AM, 15 മിനിറ്റ് കൊണ്ട് ഒബ്ജക്റ്റ് എ 10 മീറ്റർ സഞ്ചരിച്ചു, ഒബ്ജക്റ്റ് ബി 12 മീറ്ററാണ്. ഇനി 9:45 ആയപ്പോഴേക്കും അടുത്ത 15 മിനിറ്റ് കൊണ്ടത് ഒബ്ജക്റ്റ് 20 മീറ്ററായി. അടുത്ത 10 മണിയാകുമ്പോൾ 30 മീറ്ററായി, 10:15 40 മീറ്ററായി. അതായത് ഓരോ 15 മിനിറ്റിലും 10 മീറ്റർ വീതമാണ് സഞ്ചരിക്കുന്നത്. എന്നാലും ഒബ്ജക്റ്റ് ബിയോ ആദ്യത്തിൽ 12 മീറ്റർ, പിന്നെ 19 23 എന്തല്ല, ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എ യൂണിഫോം മോഷനും ഒബ്ജക്റ്റ് ബി നോൺ യൂണിഫോം മോഷനുമാണ്. ക്ലിയർ ആണല്ലോ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മോഷൻ്റെ റേറ്റ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ക്രിക്കറ്റൊക്കെ കാണുന്ന സമയത്ത് ബൗളിംഗ് സ്പീഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇൻ km/h എന്ന് പറഞ്ഞിട്ട്. ഒരാൾ ബോൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ടി വിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എഴുതി കഴിയും ബോളിംഗ് സ്പീഡ് 140 km/h, അല്ലെങ്കിൽ 150 km/h, 120 km/h. റോഡിലൂടെ പോകുന്ന പല സ്ഥലത്തും സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, 50 km/h, 40 km/h, 10 km/h. സ്കൂൾ സോൺ സ്പീഡ് ലിമിറ്റ് ഈസ് 5 km/h.
ഇൻ സ്റ്റാൻഡ് സ്പീഡ് ലിമിറ്റ് ഇസ് 5 km/h. നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു സ്ഥലത്ത് 50 km/h എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ 143 km/h എന്ന് കാണിക്കുന്നു. എന്താ അതിനർത്ഥം? അതായത് നമ്മൾ പരിഗണിക്കുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കാം അല്ലേ? അതായത് വ്യത്യസ്ത ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഉദാഹരണം ഒരു ബസ് അല്ലെങ്കിൽ ഒരു കാറ്. ആ കാറിന് ഒരു 40 km പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കാം, ചിലപ്പോൾ അരമണിക്കൂർ മതിയാവും, ചിലപ്പോൾ 1.5 മണിക്കൂർ വേണ്ടി വരും, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്തും. അപ്പോൾ നമ്മൾ ഒരു കാറ് നമ്മൾ സങ്കല്പിക്കുക. ആ കാറ് കൊണ്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 40 km സഞ്ചരിച്ചു. ഒരു ദിവസം നമ്മൾ അങ്ങനെ പോയി. രണ്ടാമത്തെ ദിവസം നമ്മൾ പോയപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തി. മൂന്നാമത്തെ ദിവസം നമ്മൾ പോയപ്പോൾ 1.5 മണിക്കൂർ എടുത്തു. നമ്മളെന്താ പറയുക? അരമണിക്കൂർ കൊണ്ട് എത്തിയ ദിവസം നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് പറയും അല്ലേ? നല്ല വേഗതയിലാണ് നമ്മൾ പോകുന്നതെന്ന് പറയും. 1.5 മണിക്കൂർ എടുത്ത ദിവസം ഒന്ന് വളരെ പതുക്കെ പോകുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുക്കുന്ന ടൈം നോക്കിയിട്ടാണ് നമ്മൾ അത് വേഗത കാൽക്കുലേറ്റ്, അതായത് റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് വ്യത്യസ്ത രീതിയിലാണ്. അതായത് ഒരേ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് വ്യത്യസ്തമായിരിക്കാം. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിന് എത്ര ടൈം എടുത്തു, ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ നമ്മൾ പറയുന്നത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം, അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ വിളിക്കുക സ്പീഡ് എന്നാണ്. സ്പീഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം, ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ടൈം കൊണ്ട് എത്ര കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 40 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 40 km കവർ ചെയ്യാം. 50 km/h എന്ന് പറഞ്ഞാൽ ആ വാഹനം 1 മണിക്കൂർ സഞ്ചരിച്ചാൽ 50 km പോകാൻ പാടുള്ളൂ അല്ല, അതാണ് അതിൻ്റെ വേഗത. ക്ലിയർ ആണോ? അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരേ ഒബ്ജക്റ്റിന് വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും, വ്യത്യസ്ത ഒബ്ജക്റ്റുകൾക്ക് ഒരേ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പിന്നെ നമ്മൾ 35 km നമുക്ക് സഞ്ചരിക്കണം. അപ്പോൾ ബസ് എ ഈ 35 km സഞ്ചരിക്കാൻ വേണ്ടി 1 മണിക്കൂറാണ് എടുക്കൽ. ഇനി വേറൊരു ബസ് ബി, അത് ഈ 35 km സഞ്ചരിക്കാൻ വേണ്ടി 45 മിനിറ്റ് എടുക്കാറുള്ളൂ. ഒരു ബസ് സി ഉണ്ട്, അത് ഈ 35 km സഞ്ചരിക്കാൻ വേണ്ടി 30 മിനിറ്റ് എടുക്കാറുള്ളൂ. ഇനി ഒരു ബസ് ഡി ഉണ്ട്, അത് ഈ 35 km സഞ്ചരിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ എടുക്കും. അങ്ങനെയാണ് നമ്മളിതിൽ ഏറ്റവും സ്പീഡ് കൂടിയ ബസ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് അല്ലേ? സി ആണ്. അതിന് 30 മിനിറ്റ് കൊണ്ട് 35 km കവർ ചെയ്യും. അപ്പോൾ നമ്മൾ സി എന്ന് പറഞ്ഞ ബസ് വളരെ സ്പീഡാണ്, അത് 30 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങെത്തും അല്ലേ? ഡി എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. എല്ലാം സഞ്ചരിക്കുന്നത് ഒരേ ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്, പക്ഷേ എടുക്കുന്ന ടൈം വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് ഓഫ് മോഷൻ വ്യത്യാസപ്പെടും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും, അല്ലെങ്കിൽ m(s)(-1), ഈ രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. ഇത് രണ്ടും മീറ്റർ പെർ സെക്കൻഡ് ആണ്. m(s)(-1) അല്ലെങ്കിൽ m/s. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ, അതാണ് അതിൻ്റെ റേറ്റ് ഓഫ് മോഷൻ. 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ. കുറച്ചുകൂടെ കൂടിയതാണ് നമ്മൾ എന്ത് ചെയ്യും? കിലോമീറ്റർ പെർ ഹവറിൽ പറയും. കിലോമീറ്റർ പെർ, നമ്മൾ സാധാരണ ബസ്സിൻ്റെ ഒക്കെ നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലാണ് നമ്മൾ പറയാറ്. അപ്പോൾ 100 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 100 km സഞ്ചരിക്കുന്ന അർത്ഥം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഒരു ബസ്സിൻ്റെ സ്പീഡ് നമ്മൾ 100 km/h, ഒരു കാറിൻ്റെ സ്പീഡ് നമ്മൾ 100 km/h എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും ഒരേ വേഗതയിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. ആ 1 മണിക്കൂറിനെടുക്കുന്ന സമയം കുറച്ച് സമയം നിർത്തിയിട്ടിട്ടുണ്ടാവും, വേഗത കൂടി സഞ്ചരിച്ചിട്ടുണ്ടാവും, വേഗത കുറഞ്ഞ് സഞ്ചരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആവറേജ് സ്പീഡാണ് പറയാറ്. നമ്മൾ സാധാരണ ഇതിൽ സ്പീഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമ്മളതിനെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയാം. ഇതാ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. എ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 100 കിലോമീറ്റർ ഇൻ 2 hours. 2 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇറ്റ്സ് ആവറേജ് സ്പീഡ് ഈസ് 50 കിലോമീറ്റർ പെർ അവർ. എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവറാണ് അല്ലേ? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവറാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാറ് സഞ്ചരിച്ചത് 100 കിലോമീറ്റർ 2 മണിക്കൂറിൽ. അപ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ ഹവറാണ്. എന്നാൽ ഇത് ചിലപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ ഇത് ആകെ 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള 90 കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടാമത്തെ മണിക്കൂറിലായിരിക്കും. എന്നാൽ നമ്മളതിൻ്റെ സ്പീഡ് പറയുന്ന സമയത്ത് എന്താ പറയുക? 50 കിലോമീറ്റർ പെർ ഹവറാണ് പറയുക. കാരണം നമ്മൾ നോക്കുന്നത് അത് എത്ര ദൂരം സഞ്ചരിച്ചു, അതിന് എത്ര സമയം എടുത്തു എന്നുള്ളത് മാത്രമാണ്. അതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് V = S/T. ഇതിൽ S എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, T എന്ന് പറയുന്നത് ടൈമാണ്, പിന്നെ നമ്മൾ സ്പീഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. V = S/T. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഓഫ് മോഷൻ തീരുമാനിക്കുന്നത്. ആ സ്പീഡിന് നമ്മൾ പരിഗണിക്കുന്നത് 2 ടേമുകളാണ്. ഒന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡും അതേപോലെ അതിനെടുത്ത ടൈമും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് പലപ്പോഴും മോസ്റ്റ് മോഷൻസ് ആർ നോൺ യൂണിഫോം മോഷൻസ്. ഏറ്റവും കൂടുതൽ മോഷൻസ് നോൺ യൂണിഫോം ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് സ്പീഡ് എടുക്കും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ V = S/T എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 8.1 വളരെ സിമ്പിളാണ്. ആൻ ഒബ്ജക്റ്റ് ട്രാവൽ 16 മീറ്റർ ഇൻ 4 seconds. 16 മീറ്റർ 4 സെക്കൻഡോട് സഞ്ചരിച്ചു. അടുത്തൊരു 16 മീറ്റർ 2 സെക്കൻഡ് കൊണ്ടും സഞ്ചരിച്ചു. അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 16 + 16 32 മീറ്ററാണ്. അതിനടുത്ത സമയം എന്ന് പറയുന്നത് 4 + 2 6 സെക്കൻഡുമാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. 32 മീറ്റർ ഡിവൈഡ് ബൈ 6 സെക്കൻഡ്സ് 5.33 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5.33 മീറ്റർ പെർ സെക്കൻഡാണ്. ക്ലിയർ? ഇതാണ് നമ്മൾ ഇതിൻ്റെ ആവറേജ് സ്പീഡായിട്ട് നമ്മൾ പറയാം. നമ്മൾ സാധാരണഗതിയിൽ സ്പീഡ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്ന ടേം സ്പീഡ് എന്നാണ്. അപ്പോൾ റേറ്റ് ഓഫ് മോഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് സ്പീഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ സ്പീഡ് മാത്രമാണ്, ഒരു ഡയറക്ഷൻ ഇല്ല, ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് വിത്ത് ഡയറക്ഷനാണ്. ഒരേ ഡയറക്ഷനിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.